ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് കോയമ്പത്തൂരിൽ നിന്ന് കയറിയത്. എത്ര മണിക്കാണ് ട്രെയിന്? എത്ര മണിക്കാണ്? പുലർച്ചെ 3 മണിക്ക്. പുലർച്ചെ 3 മണിക്ക് നമ്മളെ ഇത് ജനശതാബ്ദിക്കാണ് കയറിയത്. തഞ്ചാവൂരിലേക്കുള്ള ഡയറക്റ്റ് ട്രെയിനാണ് കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുന്നത്. വേറെ ട്രെയിൻസ് ഉണ്ട്, പക്ഷെ ഞങ്ങളൊരു ട്രെയിൻ മാറിപ്പോയുണ്ട് അങ്ങനെ കയറിയാണ്. വടകരയിൽ നിന്ന് എടുക്കുന്ന ട്രെയിനുണ്ട്. വടകരയിൽ നിന്ന് രാവിലെ 9:50 ട്രെയിനുണ്ട്. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിൽ നിന്ന് എടുക്കുന്ന ഒരു ട്രെയിനുണ്ട് അല്ലേ? അത് അതിൻ്റെ വരുന്നതിനും വടകര ഡയറക്റ്റ് ട്രെയിനില്ല. ഇല്ല, അത് തൃശ്ശൂരിലേക്ക് പോകുന്നു. തൃശ്ശൂർ നമുക്ക് അത്രയേ ഉള്ളൂ. ഒരു ഓട്ടോന് പോകാനല്ല, ബസ്സിന് പോകാനല്ല. 40 കിലോമീറ്റർ. അപ്പം നമ്മൾ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് ബിഗ് ടെമ്പിൾ. ഫസ്റ്റ് പോയി റൂമെടുത്ത് ഫ്രഷായി ബിഗ് ടെമ്പിളിൽ നിന്ന് കറങ്ങും. ബാക്കി നാളെ രാവിലെ. അപ്പം ഞങ്ങൾ തൃച്ചി എത്തി. തൃച്ചി ജംഗ്ഷനിലാണ്. ഇനി മാക്സിമം ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി തഞ്ചാവൂർ. ഇനി തഞ്ചാവൂരിലെ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് നമുക്ക് പറയാം. ഓക്കെ. ഇന്നലെ വേർ ഈസ് മൈ ട്രെയിൻ ആപ്പ് നല്ല പണിയാണ്. 2 മണിക്ക് പിന്നെ തഞ്ചാവൂരേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് എത്തിയാലും ട്രെയിനും ഇല്ല, ഒന്നുമില്ല. അവസാനം 11 മണീൻ്റെ കോയമ്പത്തൂർ ട്രെയിന് പിടിച്ചിട്ട് നമ്മൾ കോയമ്പത്തൂരെത്തി. അവിടെ നിന്ന് തഞ്ചാവൂരേക്ക് ട്രെയിന് വേറെ കയറി. അങ്ങനെ അങ്ങ് എത്തി. അതുകൊണ്ട് വേർ ഈസ് മൈ ട്രെയിൻ ആപ്പിൾ യൂസേഴ്സ് ശ്രദ്ധിക്കുക, ഇങ്ങനെ പണി കിട്ടും. ഇപ്പം ഞങ്ങൾ ഫൈനലി തഞ്ചാവൂരെത്തി. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. നല്ല വ്യൂ ഒക്കെ പോകുന്നതാണ്. കുട്ടിയെല്ലാം. പിന്നെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ആകെ ടയർഡാണ്. എന്ത് കഴിക്കണം, റൂം തപ്പണം. റെയിൽവേ സ്റ്റേഷനിലുണ്ടോ എന്നറിയില്ല. മറ്റേ ഡോർമെറ്റ് അല്ലെ പുറത്തോടെ പോയിട്ട് തപ്പിയിട്ട് ഓൾട്ടായിട്ട് വൈകിട്ട് ടെമ്പിളിലേക്ക് ഇറങ്ങണം. അതാ പരിപാടി. ഭയങ്കര ചൂടാണല്ലേ. നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ച് ഇവിടെ നല്ല മഴയായിരിക്കും, കുടയൊക്കെ എടുക്കാൻ പ്ലാൻ കിട്ടി. എവിടെയൊക്കെ ഇപ്പോൾ മനസ്സിലാവും ക്ലൈമറ്റ് വളരെ. പക്ഷെ അധികം ചൂടൊന്നുമില്ല. നോർമലി കോയമ്പത്തൂരൊക്കെ കാണുന്ന പോലെ ചെറിയ കാറ്റൊക്കെ ഉണ്ട്. ഏതായാലും അടുത്ത് കാണാം. ഇതാണ് തഞ്ചാവൂർ സ്റ്റേഷൻ. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ. ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചു പോകും. ഫസ്റ്റ് ഞങ്ങളിപ്പോൾ സ്റ്റേഷനിലൂടെ നേരെ ഡോർമെറ്ററി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇപ്പോൾ നല്ല തഞ്ചാവൂർ പാവകളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. ഇതാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളിങ്ങനെ റൂമും സെറ്റാവാതെ ഇങ്ങനെ കൈ കൊടുത്തിരുന്നു. ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യും നെക്സ്റ്റ്. കുളിച്ച് റെഡിയായി സ്റ്റേഷനിൽ വന്നു. കുറച്ച് നേരം ഫോൺ ചാർജറിലിട്ടു. ഇതാണ് വെയിറ്റിംഗ് റൂം. ഫോൺ ചാർജറിലിട്ട ശേഷം ഓട്ടോയിൽ വില പേശിയിട്ടൊരു ഓട്ടോ കിട്ടി. ഈ ഓട്ടോയിൽ ഞങ്ങൾ നേരെ ബിഗ് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോയിൽ കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറണം. ചിലപ്പോൾ അവർ കൂടുതൽ ക്യാഷൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട്. കുറച്ച് നേരത്തെ ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ നേരെ ബിഗ് ടെമ്പിളിലേക്ക് എത്തി. ബിഗ് ടെമ്പിളിൽ രക്ഷയില്ല. നിങ്ങൾ പോയി കാണാൻ വേണം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചെയ്യാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥലമുണ്ട്. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അമ്പലത്തിൽ വെച്ചെടുത്തു. എടുത്താലും പറഞ്ഞാലും തീരില്ല. ഇത്രയുണ്ട് അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ. ഒരു പടുകൂറ്റൻ ചോളരാജ വംശത്തിലെ ഒരു സാമ്രാജ്യത്തിൻ്റെ കെട്ടിടം എന്ന് പറയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചേച്ചി ഞങ്ങളെ പുറകെ നടന്നപ്പോൾ ചേച്ചിയുണ്ട് ഓട്ടോയിൽ കയറി. ചേച്ചിക്ക് ഒരു 60 രൂപ ലാസ്റ്റ് പറഞ്ഞു. 100 രൂപ ആദ്യം പറഞ്ഞത്, പിന്നെ 60ലേക്ക് ഒതുക്കി. പിന്നെ അവിടെ കയറി. അവിടെ തിരിച്ച് കുറേ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്നത് കണ്ടു. അവിടുത്തെ ഗ്രാമമാണ്. ടൗണിലൂടെ ഇങ്ങനെ നടന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വൈകിട്ട് പെരിയ കോവിലിൽ പോയി. നല്ല കിടിലൻ ആംബിയൻസ്. അടുത്ത ഒന്നും പറയാനില്ല. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം, കണ്ടിരിക്കേണ്ട ഒരു ചരിത്രം ഉറങ്ങുന്ന സ്ഥലം മസ്റ്റായിരിക്കും. എന്താ അതിൻ്റെ ഒരു പ്രൗഢി അല്ലേ? അതെ, രാജരാജ ചോളൻ്റെ ഒരു മഹത്തായ ഒരു സംഭവം സൃഷ്ടി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. ഞങ്ങളത് കഴിഞ്ഞ് ബിഗ് ടെമ്പിളിലൊരു 1 മണിക്കൂറോളം അവിടെ ചിലവാക്കി. പുറത്ത് വന്ന്
ഓട്ടോക്കാരെ ശ്രദ്ധിക്കണം. ഓട്ടോക്കാർ ചിലപ്പോൾ അമിതമായ പൈസ ഒക്കെ അടുത്തുള്ളതിനൊക്കെ നമ്മളെ വിലവേശി കൊണ്ടുപോകും. സോ ടേക്ക് കെയർ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ ഉണ്ടാക്കുന്ന അവിടെ പോയി, അവിടെ കണ്ടു. നൈസാണ് വീണ ഉണ്ടാക്കുന്ന ചെറിയൊരു ഏരിയ, ഒരു വീട്, അതൊക്കെ കണ്ട് പാവേൻ്റെ റേറ്റ് ചോദിക്കാം. തഞ്ചാവൂർ പാവയാണ്, അപ്പോൾ അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിച്ചു. 250 അത്ര റേറ്റ് വന്ന് ചെറിയ ആടുന്ന പാവയാണ്. പക്ഷെ ഇതിനൊക്കെ 450 ചെറിയൊന്നും കിട്ടാനില്ല. അപ്പോൾ തിരിച്ചു പോകും.